തക്ക സമയത്ത് വന്ന് യുവരാജിനെ സ്വാമി രക്ഷിച്ചു. സ്വാമിയും യുവരാജും പൂജ ചെയ്യാൻ ആരംഭിച്ചു. ഗ്രഹണം തീരുന്ന കുറച്ച് നിമിഷം ബാക്കിയാകെ യുവരാജിന് ചന്ദ്രനിൽ നിന്നും ആ മഹാശക്തികൾ ലഭിച്ചു. യുവരാജ് പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്നു. ഇതേ സമയം ജോബിയയും ഫിമയും യുവരാജിനെ ഇല്ലാതാക്കാനുള്ള പദ്ധതികളെല്ലാം മെനയുന്നു. ജോബിയ ഒരു ജലം ഫിമക്ക് നൽകി. ആ ജലത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ആ ജലം ആരുടെ പേര് നൽകിയ മൺപാവയിലാണോ ഒഴിക്കുന്നത് അവർ തിന്മകൾ ചെയ്യാൻ തുടങ്ങും. ഫിമയും ജോബിയയും ഇത് ചെയ്യാൻ തീരുമാനിക്കുന്നു. രാത്രിയായപ്പോൾ യുവരാജിൻ്റെ പേര് നൽകിയ ആ മൺപാവയിൽ ഈ തിന്മജലം ഒഴിച്ചു. ഇതേ സമയം യുവരാജും സ്വാമിയും സംസാരിക്കുകയായിരുന്നു. സ്വാമി യുവരാജോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം എന്തെന്നാൽ എന്തുകൊണ്ടാണ് അന്ന് പൂജ ചെയ്യുന്ന സമയത്ത് ജോബിയനെ വീണ്ടും ബന്ധിക്കേണ്ട എന്ന് പറഞ്ഞത്. അതിൻ്റെ മറുപടിയായി യുവരാജ് പറഞ്ഞത് ഈ വീട്ടിൽ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം ഈ രണ്ട് ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്. ആത്മാവിനെ നമ്മൾ ബന്ധിച്ചിരുന്നുവെങ്കിൽ ഭാവിയിൽ സ്വാമിക്ക് അതൊരു ആപത്തായി മാറിയേനെ. ആ രഹസ്യം യുവരാജിന് മാത്രമേ അറിയൂ. പ്രതികാരം ക്ലൈമാക്സ് എപ്പിസോഡുകളിലേക്ക്. ഫിമയും ജോബിയും അവരുടെ പ്രതികാരം പൂർത്തിയാക്കുമോ? യുവരാജ് എത്ര കാലമായിരിക്കും ഷഹീറിൻ്റെ കൂടെ ഉണ്ടാവുക? അച്ചുവിനെ രക്ഷിക്കാൻ ഷഹീറിനും ലേയ്ക്കും കഴിയുമോ? കാണൂ ത്രസിപ്പിക്കുന്ന അവസാന 5 എപ്പിസോഡുകൾ. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9 മണിക്ക് SHD സ്റ്റുഡിയോസിൽ.